നീ ഒരു കാര്യം ചെയ്യാ, ക്യാൻറ്റീനിൽ ചെന്ന് 2 മേടിച്ചു കൊടുക്ക്. എന്തിനാ അപ്പൊ ഇത്രയിലെ തമാശ അടിച്ച് എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇട്ട് കൊടുക്കണത്? അതാണോ ഞാൻ പറഞ്ഞത്? അപ്പനെ കണ്ടാലേ ക്ലാസ്സിൽ കയറ്റണമെന്നാണ് മാനേജർ പറഞ്ഞത്. സെം എക്സാം ആണ്. എക്സാം ഉണ്ടെങ്കിൽ അവൻ പോയി എഴുതും, നിനക്കെന്താ? അപ്പൊ അപ്പം വന്നിട്ട് വിളിക്കാട്ടോ കേട്ടോ. എനിക്ക് വയ്യ അപ്പന്റെ ഈ തമാശ കൊണ്ടുവയ്ക്കാനുള്ള സ്ഥലമൊന്നും എന്റെ പോക്കറ്റിൽ. അയ്യോ കട്ട് ചെയ്യല്ലേ. അയ്യോ മാനേജർ. സുർജിത്തെ, എന്തോ നിന്നെ ഇവിടെ എന്തോത്തിനാ പിടിച്ച് നിർത്തിയിരിക്കണേ നിനക്കറിയാവോ? ഷാരിക്ക് ലവ് ലെറ്റർ കൊടുത്തേനെ. അല്ല. സുഭാഷിനെ ടോയ്ലറ്റിലിട്ട് ഇടിച്ചതിന്. അല്ല. ടീച്ചർമാരുടെ ഫാനിന്റെ മുകളിൽ മറ്റേ നായ്ക്കറിനെ പൊടി ഇട്ടതിന്. എന്തോരം പ്രശ്നങ്ങളാണ് നീ ഉണ്ടാക്കി വെച്ചിരിക്കണേ. അപ്പൊ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാനായിട്ട് ഇത് 3 കണ്ടന്റ് അങ്ങോട്ട് കൊടുത്തല്ലോ. നീ ഇപ്പൊ പറഞ്ഞതിനുള്ളത് പണിഷ്മെന്റ് ഞാൻ പിന്നെ തരാം. നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് എന്തിനാണെന്ന് പറയാം. നീ ഒരു +2 സ്റ്റുഡന്റ് ആണോ? അതെ. നീ കഴിഞ്ഞ ആഴ്ച എത്ര ദിവസം നീ ക്ലാസ്സിൽ വന്നു? ടീച്ചർ എന്റെ കുഞ്ഞിനെ കുത്താത്ത കാര്യം പറയടാ. എന്റെ അപ്പൂപ്പൻ മരിച്ചുപോയി ടീച്ചറെ. എന്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞ വലിയ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണ്. തവളയുടെയും ഇടിമിന്നലിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പാടത്ത് പോയതാ. എന്നിട്ട് ഇങ്ങനെ തവളയുടെ ദേഹത്തേക്ക് ഫ്ലാഷ് അടിച്ചതും വലിയ ഫ്ലാഷ് വന്നു അപ്പൂപ്പന്റെ ദേഹത്തേക്ക് അടിച്ച്. എന്നിട്ട് ആ തവളയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞത്, നിന്റെ അപ്പൂപ്പൻ വെള്ളടി വെട്ടി ചത്ത് എത്രയും പെട്ടെന്ന് വന്ന് എടുത്തോണ്ട് പോകാൻ. അപ്പൊ അതിന്റെ ചടങ്ങുകളുടെ കാര്യമായിട്ട് ഞാൻ വരാൻ വൈകി പോയി ടീച്ചർ. ശരി, നിന്റെ അവധി കഥ ഞാൻ അങ്ങ് വിശ്വസിച്ചു. കഥ എന്റെ ഇല്ല, അതങ്ങ് വിശ്വസിക്കും. എടാ, നീ ഈ കഴിഞ്ഞ പ്രാവശ്യം ടൂറിന് പോയപ്പോ നീ നിന്റെ കൂട്ടുകാരൻ തമ്മിൽ അവിടെ മദ്യപിച്ചിട്ട് എന്തോരം പ്രശ്നങ്ങളാണ് അവിടെ മദ്യപിച്ചെന്നോ? അല്ലടാ, ഞാനാ മദ്യപിച്ചത്. മോശമല്ലേ മാഡം പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ മദ്യപിക്കുന്നതൊക്കെ? ഒറ്റ അടിയൊന്നും എങ്ങനെ ഇരിക്കുമെന്നറിയാമോ നിനക്ക്? എടാ, നീ മദ്യപിച്ചതിന് ഇവിടെ തെളിവുണ്ട്. എന്നാ തെളിവ്? നിങ്ങൾ ഇത് കേക്കണം. ഇവൻ ആ മൈസൂർ സൂവിനകത്ത് പോയിട്ടുണ്ടല്ലോ, ഒരു പാവം കങ്കാരു അതിന്റെ കുഞ്ഞിനെ സഞ്ചിയിലിട്ടോണ്ട് നടക്കുക. ഇവൻ എന്തോ ചെയ്തെന്നറിയാമോ? ആ സഞ്ചിക്കകത്ത് കൈയിട്ട് ആ കുഞ്ഞിനെ എടുത്ത് കളഞ്ഞിട്ട് ഒരു ബിങ്കോ കവർ കൊണ്ടുപോയി അതിനകത്ത് ഇട്ടു വെച്ചിരിക്കുന്നത്. ഒറിജിനൽ കങ്കാരു ആയിരുന്നു. ഞാൻ ഓർത്തത് വേസ്റ്റ് ബാസ്കറ്റ് ആണ്. നീ എന്റെ അടി വാങ്ങിച്ച് പിടിക്കും കേട്ടോ. സുർജിത്തെ, നീ ആനുവൽ ഡേക്ക് എന്തിനെ പാട്ടിട്ടപ്പോ കിടന്ന് തുള്ളിയത്? ഈ സ്കൂളിൽ പാട്ടിടുമ്പോഴും തുള്ളുന്നത് ഒരു പ്രശ്നമാണോ മാനേജറെ? എടാ, പാട്ടിടുമ്പോ തുള്ളുന്നത് ഒരു പ്രശ്നമേ അല്ല. ആദ്യമായിട്ടാണ് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഒരാൾ നിന്നിട്ട് അങ്ങോട്ട് തുള്ളുന്നത്. അതും പോരാഞ്ഞിട്ട് അവൻ ഡയലാമോ പാട്ടിട്ടപ്പോ ഇങ്ങനെ കൈകൂപ്പി അങ്ങ് നിക്കുക. ടീച്ചർ, ഞാനൊരു +2 വിദ്യാർത്ഥിയല്ലേ, അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ ചാബല്യങ്ങളായി എടുത്തൂടെ? എന്റെ പൊന്ന് സുർജിത്തെ, നിന്നെ ഇനി ഇവിടെ വെച്ചോണ്ട് പൊറപ്പിക്കാൻ പറ്റത്തില്ല. നിന്റെ അപ്പനെ വിളിക്കാണ്ട് ഇനി ഇവിടെ ക്ലാസ്സിൽ ഇരുത്താൻ പറ്റത്തില്ല. നീ ഇന്ന് തന്നെ ഇറങ്ങിപ്പോ. എന്റെ അച്ഛൻ വന്ന വലിയ പ്രശ്നമാകും. അച്ഛൻ വന്ന വലിയ പ്രശ്നം നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല. എല്ലാവരും അച്ഛന്മാരത്തെ പോലെ അച്ഛനൊന്നും അല്ല എന്റെ അച്ഛൻ. എന്താ, നിന്റെ അച്ഛന് കൊമ്പുണ്ടോ കാലുണ്ടോ എന്നൊക്കെ വരുമ്പോ അറിയാം. മാഡത്തിന് അറിയാമോ, എന്റെ അച്ഛന് രാവിലെ മുതൽ തലവേദനയാ. ആ തലവേദനയും വെച്ച് ആ മനുഷ്യൻ എങ്ങനെ വരാനാ? ഏതാണ് ഈ കളർ കോഴി കുഞ്ഞ്? ഇതാണ് എന്റെ അപ്പൻ. നിന്റെ അപ്പനായിരുന്നോ? അപ്പന്റെ പേരെന്തുവാ? ദിൽകുഷ് വർമ്മ. ഈ ദിൽകുഷ് വർമ്മയുടെ ജോലി എന്തുവാ? കറവ. എന്തിന്? കടലാമേനെ. നിങ്ങളുടെ നാട്ടിലേക്ക് എന്നാത്തിനാ കറക്കണത്? അതിനെ തന്നെ എന്റെ അപ്പനും കറക്കണത്. അതെ, നിങ്ങൾ ഇവിടെ നിക്ക്. ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. എന്തായാലും പ്രിൻസിപ്പൾ വരുമ്പോ 1/2 മണിക്കൂർ ലേറ്റ് ആവും. എന്തോരം ഇറങ്ങിപ്പോയത് ആരാന്ന് അപ്പന്റെ വിചാരം? ഇവിടുത്തെ മാനേജരാണ്. എന്റെ ദൈവമേ, നിന്റെ കോളേജിലെ സുന്ദരികളുണ്ടെന്ന് പറഞ്ഞപ്പോ ഇത്രയും സുന്ദരികളുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ലേ. എന്റെ അപ്പ ഇപ്പൊ എന്നെ ക്ലാസ്സിൽ കയറ്റണല്ലേ ഉള്ളൂ. ദൈവത്തോർത്ത് എനിക്ക് ടീസ് മേടിച്ച് തരരുത്. അപ്പനെ ഞാൻ എപ്പ മുതൽ വിളിക്കണം? അപ്പൻ ഇപ്പനാണ് കയറി വരുന്നത്. എന്റെ പൊന്ന് ചെറുക്ക, ഒന്നും പറയണ്ട. പറയണ്ട, വീട്ടിൽ പോയിട്ട്. അയ്യോ പറയണ, ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും പറയാണ്ട് പോവാൻ പറ്റൂല. പറയുന്നു. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് നിന്റെ ആ സ്പ്രേ എടുത്തൊരു ഒറ്റ അടി. കോഴ്സിൽ ഞാൻ തെറിച്ച് നേരെ ഭിത്തിയില്. അയ്യോ, എന്നിട്ട് ഉച്ചക്ക് കുടിച്ചു കഴിക്കാൻ അമ്മച്ചി വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഭിത്തിയിൽ ഇത് ഇങ്ങനെ കിടക്കണടാ. എങ്ങനെയാ രക്ഷിച്ചത്? കയ്യിലിരുന്ന ചൂട് കൊണ്ട് കുത്തി താഴത്തേക്കിട്ട്. അങ്ങനെയാണോ രക്ഷപ്പെട്ടത്? എന്നാ പിന്നെ അപ്പനെ രക്ഷപ്പെട്ട് കഴിഞ്ഞ് അടുത്ത ബസ്സിൽ കയറി ഞാൻ പോരരുതോ? ബസ് കയറാൻ വേണ്ടി ആ സ്റ്റോപ്പിൽ ചെന്നാലേ വന്ന ബസ്സിനൊക്കെ എല്ലാത്തിലും സീറ്റ് ഒഴിവ്. ആ സീറ്റിൽ കയറി ഇരിക്കാൻ പറ്റേ? അതിന് പോരണ്ടേ? ഏടാ, സീറ്റ് ഒഴിവുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമ്മൾ ഇരിക്കണ്ടേ? അപ്പൊ തന്നെ ഏതെങ്കിലും ഉടങ്കൊല്ലി അപ്പാപ്പന്മാർ അടുത്തും വന്നിരിക്കും. അതൊക്കെ ബസിന്റെ മുമ്പിൽ തിരക്കിന്റെ ഇടയ്ക്ക് തിങ്ങി ഞെരിങ്ങി നിൽക്കുമ്പോ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. എന്തോ അപ്പം മനുഷ്യനിൽ നിന്ന് കോഴിയിലേക്ക് പരിണമിച്ചോണ്ടിരിക്കുകയാണ്. തന്നെ ഇത് കോഴി കൂവിതാ. കോഴിയുടെ ചുണ്ടിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് തെറ്റാലിക്ക് ഒരു ചവിട്ടങ്ങ വെച്ച് കൊടുത്താണ്ടല്ലോ.
ദാ, നിന്റെ വിദ്യാഭ്യാസ നിലവാരം കൂപ്പുകുത്തി പോകുന്നുണ്ടോ? എപ്പോഴെങ്കിലും കാര്യം മനസ്സിലായി? ഉവ്വ, ഇതിന് ഞാനൊരു പ്രതിവിധി തീരുമാനിച്ചു. ഇപ്പോഴാണ് അപ്പനായത്. ഇത് ഞാൻ നിനക്കൊരു ഹോം ട്യൂഷൻ അറേഞ്ച് ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചു. ബാക്കി കണ്ടന്റ് ഞാൻ പറയാം. പറ. ഇപ്പൊ പോയ സാധനത്തിന് ഹോം ട്യൂഷൻ കിട്ടുമെന്ന് ഞാൻ ചോദിക്കണം. അവിടെ നമ്മുടെ വീട്ടിൽ വന്ന് ഹോം ട്യൂഷൻ എടുക്കണം. നിങ്ങൾക്ക് അതിനെ ട്യൂൺ ചെയ്യണം. എന്റെ ജീവിതം നശിച്ചു പോയാലും ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാക്കി തരില്ല. കൈ വെച്ചാൽ മതി കേട്ടോ. എന്റെ ലിസ്റ്റേ മനസ്സിലാക്കി കളഞ്ഞു. എന്നാപ്പാ? നിനക്കിതല്ലാതെ വേറെ പാർട്ട് ടൈം ആയിട്ട് വല്ല ജോലിയുണ്ടോ? എനിക്കൊരു ജോലിയൊന്നുമില്ല. സത്യം പറയണം. എനിക്ക് ജോലിയില്ലെന്ന്. ഇല്ലേ? ഇല്ല. എങ്കിൽ പിന്നെ നിനക്ക് എവിടെ നടാ തരം തരം പോലെ കാശ്? ആശോ സിനിമയില് പാട്ട് സീനിൽ മാറി പാന്റ്, കോട്ട്, ഷൂസ്, ബെൽറ്റ്, വാച്ച്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഉണ്ടാക്കി വച്ചേക്കണത് മൊത്തം വിറ്റ് നീ കാശാക്കണം. ചീത്തപ്പേര് വിറ്റാ കാശ് കിട്ടും അപ്പ. അപ്പൻ ചീത്തപ്പേരല്ലാണ്ട് എന്നാങ്കിലും സാധനം എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഈ ചെറുക്കന്റെ മേലെ ഒരു കൗണ്ടർ അടിക്കാനും രക്ഷയില്ലോ ഭഗവാനെ. ഇപ്പൊ എവിടെന്നാ കാശ് അപ്പൻ അറിയണം. അത് പറയണം. പറയാ. ഇത് നമ്മള് രണ്ടുപേരും മാത്രമേ അറിയാവൂ. അത്രേ ഉള്ളൂ. വേറെ ആരും വരരുത്. സത്യയിട്. സത്യമായി. പ്രത്യേകിച്ച് എന്റെ അപ്പൻ ഒട്ടും അറിയരുത്. ഞാനല്ലാതെ എനിക്ക് വേറെ അപ്പനോ? വന്നു പോയതാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫേക്ക് ഐഡി തുടങ്ങി. രേഷ്മ കുമാർ എന്നും ഒരു മനു വർഗീസ് വന്നിട്ട് 1000 ഇടുന്നു, 2000 ഇടുന്നു, 3000 ഇടുന്നു. അവനെ ഞാൻ പിഴിഞ്ഞെടുക്കും. അപ്പനെ തന്നെ പീണല്ലടാ. മനു വർഗീസ് നിങ്ങൾക്ക് ഈ വയസ്സാം കാലത്ത് ഇത് എന്നാത്തിന്റെ വരിപ്പാ? നിങ്ങൾ എന്നാക്ക വൃത്തികളോ എന്നോട് പറഞ്ഞേക്കണം. ഞാൻ ചാറ്റെടുത്ത് ഞാൻ കാണിക്കും. ഞാൻ അന്ന് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്നെ ഇപ്പൊ ഇത്ര ഞരമ്പ്? നിങ്ങൾ ആ മറ്റേ ബ്രോക്കർ സൂണൻ ചേട്ടനോട് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണിനെ വേണമെന്ന് ചോദിച്ചായിരുന്നോ? ഞാൻ ചോദിച്ചു. ഈ വയസ്സാം കാലത്ത് എന്തിനാ അപ്പൊ അപ്പന് കല്യാണം? എടാ, ഈ വയസ്സായ എനിക്ക് ഇത്തിരി ചൂടുവെള്ളം കുടിക്കണം തോന്നിയാ ആരെങ്കിലും ഉണ്ടോ വീട്ടില്? 500 രൂപയുടെ കെറ്റിൽ മേടിക്കേണ്ടതിനാണോ തന്തേ 5 ലക്ഷം രൂപയുടെ കല്യാണം കഴിക്കാൻ നിങ്ങൾ നടക്കണത്? എടാ, 500 രൂപയുടെ കെറ്റില് മേടിച്ചു വെച്ചാൽ എനിക്ക് വല്ല പനിയോ തലവേദന വന്നോ ആരെന്നെ ശുശ്രൂഷിക്കും? എനിക്കൊരു കൂട്ട് വേണ്ടേ? അപ്പന് കൂട്ടി ഞാനില്ലേ? നീയൊക്കെ ഒരു കൂട്ടം. അയ്യോ, ശാലിനി ടീച്ചർ മാറപ്പാ. ശാലിനി ടീച്ചർ മാത്സ് പഠിപ്പിക്കും. അത് ആരാതാ? എടാ, അത് ശാലിനി ജോർജ്, റേഷൻ കട നടത്തുന്ന ജോർജിന്റെ മോള്. നമ്മുടെ പള്ളിയുടെ താഴത്തുള്ള ഇടവഴിക്കട പോകുമ്പോ റൈറ്റിലെ വീട്. ഫോൺ നമ്പർ 90376567. ഞാൻ 2 ഹായ് വാട്സാപ്പ് അയച്ചിട്ട് വൈകുന്നേരം റിപ്ലൈ കിട്ടും. ഇത് ഭൂമിയിൽ ഒരു ഒറ്റ പീസേ ഉള്ളൂ. റയർ പീസ്. എനിക്കറിയാൻ പാടില്ലാത്തതോട് ചോദിക്കാം, നിങ്ങൾ എന്തിനാണ് എനിക്ക് ഇങ്ങനെ നാണക്കേട് മേടിച്ചു തന്നത്? നിങ്ങൾ അവർക്ക് മെസ്സേജ് അയച്ചല്ലേ? ഇങ്ങനെയാണെങ്കിൽ അപ്പനെ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളയും. അത് ശരി. ഇപ്പൊ അപ്പൻ നിനക്ക് നാണക്കേട്. അതെ. അല്ലടാ? അതെ. എടാ, നിനക്ക് നിന്റെ അപ്പനെ വേണ്ടെങ്കിൽ എന്നെ വല്ല ലേഡീസ് ഹോസ്റ്റലിലും അവിടെ നല്ല വൈബാ. നിനക്ക് അറിയാൻ അയ്യോ അതെ, അവര് വന്നുണ്ട് കേട്ടോ. അവരുടെ അടുത്ത് അടങ്ങി ഒതുങ്ങിയൊക്കെ നിൽക്കണം, അല്ലെങ്കിൽ ക്ലാസ്സിൽ. അതെ, നിങ്ങളെ ഞാനൊന്ന് കാണാൻ വേണ്ടിട്ട് ഇരിക്കുവായിരുന്നു. സത്യം, എന്നെ കണ്ടപ്പോ തിരിഞ്ഞങ്ങ് പോയപ്പോ ഞാൻ പ്രാർത്ഥിക്കുവായിരുന്നു, എന്റെ ഭഗവതി ഒന്നുകൂടെ കാണാൻ പറ്റണേന്ന്. എന്തുവാടാ ഈ പറയണേ? അനുഭവിച്ചോ? സുന്ദരിയുടെ പേരെന്നാ? പേരൊക്കെ ചോദിക്കണേ. ഇതല്ലേ നിങ്ങളോട് പച്ച മലയാളത്തിൽ പറഞ്ഞത്? അപ്പം വന്ന പ്രശ്നമാണ്. അത് എനിക്ക് പ്രശ്നമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ കോളേജിലുള്ള എല്ലാ ടീച്ചർമാർക്കും പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അനുഭവിച്ചോ? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കേരള സ്വഭാവം കൊള്ളിയാലാത്തത് കൊണ്ട് അഡ്മിഷൻ ഞാൻ തന്തേനെ റെന്റിനെടുത്തോണ്ട് വരുമായിരുന്നു. അല്ല, അത്രയ്ക്ക് മോശപ്പെട്ട സ്വഭാവം. ഇനി നിങ്ങൾ അനുഭവിച്ചോ? പേരെന്നാ? ക്ലാര. ക്ലാര. പറയണത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ശില്പം പണിത ശില്പി ആരാടവേ? പുരികക്കൊടി എന്നൊക്കെ ഞാൻ ഈ പാട്ടിൽ വർണ്ണിച്ച കേട്ടു. അതാണ് ഇത്. കണ്ണിലെന്നാ കാന്തം വെച്ചേക്കോളൂ. മൂക്കെന്നൊക്കെ പറഞ്ഞ ശംഖുപുഷ്പം തോറ്റുപോകും. സത്യം. ചുണ്ടൊക്കെ കണ്ടോ? തക്കാളി മുറിച്ച പോലെ. അവര് വളഞ്ഞ് നീ പോയി ക്യാൻറ്റീനിൽ പോയിട്ട് 2 ബണ്ണും 1 പാലും വെള്ളം കുടിച്ചേച്ച് ഞങ്ങൾക്ക് മധുരം കൂട്ടി 2 ചായ ആയിട്ട് പെട്ടെന്ന് പോവാം. ഞാൻ കൂട്ടിയെടുക്കാനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുമ്പോ വളയാൻ അങ്ങ് നിന്ന് കൊടുക്കണം. ഇവിടെ കൂടുതൽ നിന്ന് സംസാരിച്ചത് നിന്നെ ഇവിടെ തോപ്പിച്ചിരുത്തി ഞാൻ. അത് കൊട്ടേക്ക് വാടും. എന്തൊരു കൗണ്ടർ അടിക്കുന്നേ. നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, ആ ചെക്കൻ നിന്നോണ്ടാ ഞാൻ കൂടുതൽ ചോദിക്കാതെ. ആ ചുണ്ടിന്റെ കാര്യം എന്തോ പറഞ്ഞില്ലായിരുന്നു? അത് കേറിക്കൊണ്ട് ഇത് ഞാൻ പിടിച്ച് ഞാൻ കേറിക്കോളാം.
ഞാൻ അന്യായ കൗണ്ടറല്ലേ? ആണോ? അതെ. ഒരു കാര്യം അറിയാമോ, ഞാൻ ഈ ഫ്ലവേഴ്സിലെ ഐറ്റം വേറയിലൊക്കെ പോയതാ. എന്നിട്ട് അവിടെ ചെന്ന് അവര് പറയാണ് ഇത്രയും വലിയ കൗണ്ടർ അടിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടാത്. അതെന്തായിരിക്കും അറിയാം കേട്ടോ. മറ്റുള്ളവരുടെ അവസരം പോയാ എന്തോ ചെയ്യും. പിന്നെ എന്താ ചോദിക്കെന്തെങ്കിലുമൊക്കെ. വാട്സാപ്പ് നമ്പർ തരാവോ? എന്തിനാ? രാത്രി 2 മണി കഴിഞ്ഞാൽ ഞാൻ തമാശ പറഞ്ഞ് കൗണ്ടർ പറഞ്ഞ് ഞാൻ കൊല്ലും. ഇതില്ലൊരു കാര്യം. കരിവണ്ടിന കണ്ണുകളിൽ ഒളിയമ്പുകളെയ്യണതോ തേൻ കുടിക്കണതോ കണ്ടി ഒയ്യാരം പയ്യാരം തുടികൊട്ടണ ശിങ്കാരം ഹൊയ് ഹൊയ് മനസ്സിന് കുളിരന പെണ്ണി കണ്ണാടി പുഴയിൽ വിരിയണ കുളിരന പോലെ. ഇതില്ലൊരു കാര്യം. നുറുക്കു മേടിച്ച് ഒറ്റയ്ക്ക് തിന്നച്ച് വന്നേക്കോണം അപ്പനില്ലേ? അപ്പന് ഞാൻ തരുന്നുണ്ട്. കള്ള തന്തേ, നിങ്ങൾ എന്നെ വിളിക്കാൻ വേണ്ടി നിങ്ങൾ എന്നാ പോക്കത്തരെ ഇവിടെ കിടന്ന് കാണിക്കുന്നത്? നീ എന്തുവാടാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? എന്റെ ദില്ലു, നിന്നെ എന്തിനാ ഈ എടാ പോടാ വാടാന്നൊക്കെ വിളിക്കണേ? അത് എനിക്ക് പറ്റിയൊരു തെറ്റ്. എന്തുവായിരുന്നു? ഇവനൊരു 3-3.5 വയസ്സുള്ളപ്പോ ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ തന്റെ മക്കള് തന്നോളം വളർന്നാ താനെന്ന് വിളിക്കണെന്ന്. അന്ന് മുതൽ ഇവൻ വിളിക്കണ കേട്ട പെറ്റ തള്ള സൈക്കിൾ അറിയാവോ? എനിക്ക് ടി സി എഴുതിക്കോ, ഞാൻ പഠിക്കണില്ല, പോവാ. എനിക്ക് വയ്യ നിങ്ങൾ അമ്മേന്ന് വിളിക്കാൻ വേണ്ടിട്ട്. ഞാൻ പോവാ. അതെ, ഇവന് ടി സി കൊടുത്തേച്ച് എനിക്കൊരു അഡ്മിഷൻ താങ്ങുന്നത്. കെട്ടിക്കളയാ പോണത്. നല്ല സ്കിറ്റായിരുന്നു. ഗംഭീരമായിരുന്നു. ഈ സ്കിറ്റ് കണ്ടു കഴിഞ്ഞപ്പോ പലർക്കും ഞാനൊരു കൊച്ചു പ്രദീപ് ആയാലോ എന്നൊരു ചിന്ത പലർക്കും ഒന്നുകൂടെ ആയില്ല. എന്നാ കോഴിയായത്? കോഴികൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മള് പല ചാനലുകളിലും പല സ്കിറ്റുകളിലും. ഇത്തരത്തിലുള്ളൊരു കോഴിയെ കണ്ടിട്ടില്ല കേട്ടോ. ഇത് ബ്ലോക്ക് കോഴിയാ. ആ തുടക്കത്തില് നല്ല കൗണ്ടറുകളൊക്കെ ഉണ്ടായിരുന്നു. വെടിവെനിലെ ഏറ്റവും അച്ഛൻ മരിച്ച കാര്യം, അപ്പൂപ്പൻ മരിച്ചത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോയി. പിന്നെ അവിടെ നിന്ന് കൗണ്ടറുകളങ്ങ് വന്നിട്ട് ഇതിനകത്തൊരു ഇന്നർ കോമഡി കിടപ്പുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇതിനകത്ത് ഇത്രമാത്രം നമുക്ക് ചിരിക്കാനായിട്ട് തോന്നുന്നത്. അപ്പനും മോനുമായിട്ടുള്ള ആ കോമ്പിനേഷൻ, അത് കഴിഞ്ഞിട്ട് ഗംഭീരമായിട്ട് ജാസ്മിൻ്റെ പെർഫോമൻസ്. കൊച്ചു പ്രദീപ് അഴിഞ്ഞാടുകയായിരുന്നു, തകർത്തിമിർത്ത്. അമലും അതേപോലെ തന്നെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. മറ്റു ചില സ്കിറ്റുകളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചില 2-3 കൗണ്ടറുകൾ എടുത്ത് നമ്മൾ പറയും, ഈ കൗണ്ടർ നന്നായിരുന്നു, ആ കൗണ്ടർ നന്നായി. ഇതങ്ങനെ പറയാൻ പറ്റാനുള്ള അത്രയും പവർഫുള്ളായിരുന്നു. ഓക്കെ ഏട്ടാ, അമലേ, എന്തോ പ്രദീപേ, ജാസ്മിൻ, ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. എനിക്ക് പ്രദീപിന്റെ ഒപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അമലിനെയാണ് കേട്ടോ. അമലിന് ഭയങ്കര ചേഞ്ച് ആയിപ്പോയി. അമലിൻ്റെ ഓരോ നമ്മുടെ എപ്പിസോഡുകളിൽ വരുമ്പോൾ അതിപ്പോൾ ആരുടെ കൂടെ ആയിക്കോട്ടെ, ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്നതും അത് അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിലും അമൽ ഗംഭീര ഒരു ആർട്ടിസ്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ പത്തനത്തിൻ്റെ ടീമിൻ്റെ കൂടെ ഇപ്പം കയറിയായിരുന്നു. അവർ കയറി, വേറെ ആരും അതിൻ്റെ കൂടെ കയറിയാൽ ഒന്നില്ലേ അവരുടെ കയ്യിൽ നിന്ന് പോവും, ഇല്ല കയറുന്ന ആളുടെ കയ്യിൽ നിന്ന് പോവും. പക്ഷെ അവിടെ കയറിയിട്ടും അമൽ നിന്ന് അവിടെ പൊരിച്ചു എന്നുള്ളതാണ്. പിന്നെ പ്രദീപിൻ്റെ കാര്യം അറിയാമല്ലോ, പ്രദീപ് വന്ന ഏത് എപ്പിസോഡാണെങ്കിലും പ്രദീപിൻ്റെ ഒരു വിളയാട്ടം ഉണ്ട്. ചിലത് സ്ക്രിപ്റ്റിൽ അത്ര സുഖമില്ലെങ്കിൽ മാത്രമേ പ്രദീപ് ഒതുങ്ങിപ്പോകാറുള്ളൂ. അത് പൊട്ടുന്ന ഒരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ അത് പൊട്ടി തന്നെ പോകും. ആ സമയത്ത് ചിരിപ്പിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ അതിൽ ചിരിപ്പിച്ച് അതിൻ്റെ അങ്ങേയറ്റം വരെ എത്തിക്കുന്ന ആളാണ് പ്രദീപ്. ജാസ്മിനെ നന്നായിരുന്നു. 3 പേരും ഗംഭീരമായിരുന്നു. സെപ്പറേറ്റ് ആയിട്ട് ഒന്നും പറയുന്നില്ല. അടുത്ത പ്രാവശ്യം ഇതേപോലൊരു നല്ല സ്കിറ്റുമായിട്ട് നിങ്ങൾ 3 പേരും ഒരുമിച്ച് വീണ്ടും വരിക. ഓക്കെ അമലെ, ഓൾ ദ ബെസ്റ്റ്. പ്രദീപേ ബെസ്റ്റ്, ജാസ്മിൻ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. പ്രദീപേ, അമലെ, ജാസ്മിൻ കിട്ടില്ല സ്കിറ്റായിരുന്നു കേട്ടോ, കിട്ടില്ലായിരുന്നു.
ചില സമയത്ത് നമ്മൾ വല്ലപ്പോഴെങ്കിലും പ്രദീപുള്ള സ്കിറ്റ് താകുമ്പോൾ നമ്മൾ എടുത്ത് പറയാറുണ്ട്, പ്രദീപ് ഉണ്ടായിരുന്നെങ്കിൽ പ്രദീപിന് എന്ത് പറ്റിപ്പോയി, അല്ലെങ്കിൽ പ്രദീപ് അത് സെൻട്രലൈസ് ചെയ്തിട്ട് കളിച്ചിട്ട് അത് 100 ആക്കുമല്ല. അപ്പോൾ ചില സാധനങ്ങളിൽ മാത്രം ചിലപ്പോൾ ഒന്ന് ഡൗൺ ആയി പോകാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, വീണ്ടും പറയണേ, ഈ സ്കിറ്റിൻ്റെ നെടുന്തൂണ് പ്രദീപായിരുന്നു. അത് 1 തുടങ്ങിയിട്ട് 150 കൊണ്ടുവന്ന് എത്തിച്ച്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ വളരെ കുറേ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. അച്ഛൻ വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഇതങ്ങോട്ട് ഡെവലപ്പായത്. അമലിനെ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അത് അമലൊരു നല്ലൊരു ഭാവിയുള്ളൊരു കലാകാരനാണ്. അത് കീപ്പ് ഇറ്റ് അപ്പ് ചെയ്യണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സാധനം എന്ന് വെച്ചാൽ, നമുക്ക് തമാശകൾ ഉണ്ടാക്കാൻ ഞാനൊക്കെ നേരത്തെ ചെയ്തിരുന്ന ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോമഡി വേഷം കെട്ടും. വലിയ പുരികനൊക്കെ ഒരിച്ച് നമ്മൾ ലിപ്പുമൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ വലുതാക്കി അങ്ങനെയുള്ള തെറിച്ച് നിൽക്കുന്ന പരിപാടികളൊന്നും നമ്മൾ അമൽ ചെയ്യാറില്ല. ഇപ്പോൾ +2 വിദ്യാർത്ഥിയാണെങ്കിൽ കഴിഞ്ഞ സ്കിറ്റിൽ 95 വയസ്സായ വൃദ്ധനും അതുപോലെ അല്ലേ വാർദ്ധക്യം വന്ന ആൾക്കാരൊക്കെ നല്ല മനോഹരമായിട്ട് നല്ല ലാഘവത്തോടു കൂടി ചെയ്ത് നമ്മളെ ബലിപ്പിക്കാറുണ്ട്. അപ്പം പിന്നെ പ്രത്യേക കയ്യടി അത് തരണം കേട്ടാ. പിന്നെ ജാസ്മിൻ നന്നായിരുന്നു കേട്ടോ. 3 പേരും അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ പുള്ളിക്കാരൻ മോനെ നീ ഇവിടെ നിൽക്കണ്ട, ഞാൻ ഇവിടെ നീ പഠിച്ചോ, എനിക്കൊരു ട്യൂഷൻ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. അതിന്റെ ബൈക്ക് കൗണ്ടറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്റെ പൊന്നാമലേ, എനിക്ക് മനസ്സിലായി എന്താ ഉള്ളിൽ കിട്ടുന്നത്. ഈ ടീച്ചറിനെ വിളിച്ചിട്ട് വേണം. കിടിലനായിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ മാർക്സ് ആരാണ് ആദ്യം തന്നു തുടങ്ങുന്നത്? ഞാൻ തരാം. അശീർ കഥ. ഞാനൊരു 20,000 രൂപ അങ്ങോട്ട്. 20,000 രൂപ. ഞാനൊരു 22,000 തന്നിരിക്കുന്നു. 42,000 രൂപ ആയിട്ടുണ്ട് ബിജുക്കുട്ടൻ ചേട്ടു. ബാക്കി ഞാൻ ജീവിതം തുടങ്ങാൻ പോവാ. അതന്നെ, അച്ഛനൊരു ജീവിതമാട്ടെ. ടോട്ടൽ സിൽവർ ബഞ്ച് അടിച്ച് മക്കളെ, സിൽവർ ബഞ്ച്. ജാസ്മിൻ കരയുന്നു. ജാസ്മിന്റെ ഈ വേദിയിലെ ആദ്യത്തെ സിൽവർ പഞ്ച് ആണ്. അതിന്റെ സന്തോഷമാണ് കണ്ണുനീരായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ജാസ്മിൻ എന്താ പറയാനുള്ളത്? ആനന്ദ കണ്ണീർ. സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു നിമിഷം. സിൽവർ പഞ്ചിന്റെ അതെ. താങ്ക് യു അർജുൻ സർ. താങ്ക് യു ജഡ്ജസ്. പ്രതിഭേട്ട അമ്മലെ. എന്താ കരയാനുള്ള കാര്യം? സന്തോഷമാണോ? ജാസ്മിൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഈ വേദിയിലൊരു അല്ലേ? അതെ, സിൽവർ പഞ്ച് അടിക്കണം. ജാസ്മിനെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ജാസ്മിനെ പറഞ്ഞേ. ഹസ്ബൻഡ്, 2 മക്കള്. ഹസ്ബൻഡിന്റെ പേര്? കണ്ണൻ. കണ്ണൻ എന്താ ചെയ്യുന്നേ? ചേട്ടാ ഓട്ടോ ഓടിക്കുന്നു. മക്കള് എത്ര വയസ്സായി? എന്താ അവരുടെ പേര്? മോങ്കുട്ടന്റെ പേര് ആദില്. എത്ര വയസ്സുണ്ട്? മോനിപ്പോ 7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ്സിൽ. രണ്ടാമത് അല്ലു. സ്ഥലം എവിടെ ജാസ്മിന്റെ? ട്രിവാൻഡ്രം. പിന്നെ നിങ്ങളുടെ വീട്ടിലെ അറിയാം, അമലിന്റെ വീട്ടിലെ അറിയാം കേട്ടോ. അതൊന്നും ചോദിക്കാത്തത്. ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കിവിടെ വന്നപ്പോഴത്തേക്ക് എനിക്കിത് സിൽവർ പഞ്ച് കിട്ടും എന്ന് എന്നെ അത്രമേൽ പറഞ്ഞു വിട്ട എന്റെ അനിയത്തി മുബീന, അവളുടെ പേര് ഇവിടെ പറയണോന്ന് അവള് പറഞ്ഞിരുന്നു. ഇത് അടിക്കുന്ന അവള് ഉറപ്പിച്ചു പറഞ്ഞാണ് വിട്ടത്. അപ്പൊ മൊബീനൊക്കെ ഒരു കൈയടി കൊടുക്കണം. തീർച്ചയായിട്ടും മൊബീനെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. പിന്നെ ഈ ജാസ്മിന് ഇതിനു മുൻപ് സ്റ്റേജിൽ വല്ല പ്രോഗ്രാം ചെയ്തിരുന്നോ? വേറെ ജോലി എന്തായിരുന്നു? അങ്ങനെ ഞാൻ നമ്മുടെ ഇക്കടെ കൂടെ ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അല്ലേ? ആർട്ടിസ്റ്റാണ്. ഓക്കെ. എപ്പോഴാണ് ഇതിലേക്ക് ഐറ്റം വേറിലേക്ക് വരണം, ഇവിടെ വന്ന് പെർഫോം ചെയ്യണം, ഇവിടെ ഒരു ഇതിന്റെ ഭാഗമാകണം എന്നൊക്കെ എപ്പോഴാണ് പിന്നെ ജാസ്മിന് തോന്നിയത്? അതോ മുബീനയാണോ അവിടെ ചെല്ലുന്നൊക്കെ പറഞ്ഞു വിട്ടോ? അതോ ജാസ്മിന് തോന്നിയതാണോ? ഇവിടെ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാം കാണുന്ന ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ മത്സരിക്കുവാണെങ്കിൽ ഇവിടെ വന്ന് നന്നായിട്ട് മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. എവിടെയാണ് പ്രോപ്പർ? ട്രിവാൻഡ്രത്ത് എവിടെയാണ്? കഴക്കൂട്ടം. പിന്നെ അർജുൻ സാറിനോടാണ് എനിക്ക് ഭയങ്കരമായിട്ട് നന്ദി പറയാനുള്ളത്, ഒരു അവസരം തന്നതിന്. ജാസ്മിനെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വീട്ടുകാരെയും കൂടെ കൊണ്ടുവരണം, മക്കളെയും ഹസ്ബൻഡിനെ ഒക്കെ കൂടി കൊണ്ടുവരണം. അമലും ഇതുവരെ വീട്ടുകാരെ കൊണ്ടുവന്നിട്ടില്ല അല്ലേ? അടുത്ത പ്രാവശ്യം അമലിന്റെ വീട്ടുകാരൊക്കെ ഒന്ന് കാണണം, പരിചയപ്പെടണം കേട്ടോ. ഓക്കെ. അപ്പൊ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വീടിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി. സ്ഥലം സെറ്റായി. അല്ലാതെ കഴിഞ്ഞിട്ട് ആധാരമാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും തൊട്ടടുത്ത് തന്നെ വീടിന്റെ പണി തുടങ്ങാൻ. അടിപൊളി. അതാണ് ഐറ്റം വേറെ. സത്യമായിട്ടും എന്തായാലും ഈ ഒരു ആഗ്രഹം സാധിച്ചു തന്നത്. അതെ. അതിന്റെ കൂടെ ഇങ്ങനെയും കൂടി ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുമ്പോ അല്ലേ, മൊത്തത്തിലെ ഒരു സന്തോഷമാണ് അല്ലേ?
നമ്മളെ ചിരിപ്പിക്കുന്ന ഓരോരുത്തരുടെ കാര്യങ്ങൾ ഇങ്ങനെ ഭംഗിയായിട്ട് നടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അതെ. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ, വീട് പണി വേഗം തുടങ്ങട്ടെ, പാലുകാച്ച് വേഗമായിട്ട് വിളിക്കട്ടെ. അവിടെ വന്നിട്ട് വേണം വേറൊരു ഐറ്റം പാലുകാച്ചിലാക്കി മാറ്റാൻ ഞങ്ങൾക്ക്. സാറേ, ഏത് ടീമിൽ ചെന്നാലും ഇപ്പൊ സിൽവർ പഞ്ചാണല്ലോ, എന്താ അറിയൂ പറയാമല്ലേ? സന്തോഷം. ഇതിപ്പോൾ എന്നെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയ ആർട്ടിസ്റ്റുകളാണ്, പ്രതിവേട്ടനായാലും ചേച്ചിയായാലും. അപ്പോൾ ഇവരുടെ കൂടെ പെർഫോം ചെയ്യാൻ എനിക്ക് അവസരം തന്നതിൽ അർജുൻ സാറിനോട് ഗ്രൂമേഴ്സിനോട് നന്ദി പറയുന്നു. അല്ല അമലെ, അമലിനെ ഇതിന് മുമ്പ് നമ്മുടെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതാണല്ലേ? അതെ അതെ. ഇതിന്ന് ഇനി ചെയ്യണ്ടെന്ന് പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടുള്ളൊരു ഉള്ള ഒരു ഞാൻ അത് കഴിഞ്ഞ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ജോലിക്ക് കയറിയായിരുന്നു. ജോലിക്ക് കയറിയപ്പോഴായാലും ഇപ്പം നമ്മൾ വന്നപ്പോഴേക്കും ഭയങ്കര ആഗ്രഹം പിന്നെയും വരണം ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതിന് മുമ്പായാലും തുടർച്ചയായിട്ട് ഇങ്ങനെ കൺസിസ്റ്റൻസി ഇല്ലാണ്ട് 30 അതൊക്കെ ആയിട്ട് പോവുക. അപ്പോൾ എൻ്റെ കൂട്ടുകാർ വിഷ്ണു ബാസിനും വിളിച്ച് നമുക്കൊന്നുകൂടെ പോവാം നമ്മൾ വന്നെന്ന് പറയുമ്പോൾ ആഗ്രഹം കൂടി. പിന്നെ അർജുൻ സാറിനോടും പിന്നെ അതിന് രാജേട്ടനും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. രാജേട്ടനോടൊക്കെ ഒരുപാട് നന്ദി. എന്നെ തിരിച്ചു വിളിച്ചു, എനിക്ക് അവസരം തന്നു. പിന്നെ എനിക്ക് ഇവരുടെയൊക്കെ കൂടെ സ്കിറ്റ് കളിക്കാനുള്ള അവസരം തന്നു. അല്ല, തിരിച്ചു വരവ് തന്നെയായിരുന്നു. ഓക്കെ, എന്തായാലും സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം, നമ്മുടെ പ്രേക്ഷകർക്കും സന്തോഷം. താങ്ക് യു നസീർക്ക. അപ്പം ഇതേപോലെ വരുന്ന എല്ലാ സ്കിറ്റുകളിലും 75 1 ഒക്കെ അടിക്കട്ടെ, ഉഷാറായിട്ട് പോയിട്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കിടക്കട്ടെ. ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി, നല്ല കോൺട്രോട്ട് വരിക, ഞങ്ങളെല്ലാവരും ചിരിപ്പിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പം പഞ്ചിന്റെ വേദിയിലേക്ക് സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ സ്കിറ്റിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കണമെങ്കിൽ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആള് എന്തെങ്കിലും ഐറ്റം ആയിരിക്കത്തില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. നോക്കുമ്പോ ഇട്ടേക്കുന്ന മിക്കവാറുമുള്ള എല്ലാ വീഡിയോസും മില്യൺസ് ആണ്. അസാധ്യമായിട്ട് പാടുന്ന ഒരാളാണ്. അങ്ങനെ പൊക്കി നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്നു. നിറഞ്ഞ കൈ